അല്പകാലം മാത്രമാണ് ഈ ഭൂമിയിൽ നമ്മുടെ വാസം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്തിന്? സദാകാലവും ദൈവത്തോടു കൂടെ വാഴുവാനായിട്ടുള്ള ഒരുക്കത്തിൻ്റെ പിരീഡാണ്. എത്ര പേർ അത് തിരിച്ചറിയുന്നു? കരമുയർത്തിയെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ അല്പകാലം ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തെ അറിയുവാൻ, ദൈവിക പദ്ധതി തിരിച്ചറിയുവാൻ. എന്തിന്? സദാകാലം ദൈവത്തോടു കൂടെ വാഴുവാൻ. ആമേൻ. അപ്പോൾ സ്തോത്രം. രണ്ട് വാക്കുകളാണ്, കൊച്ചു വാക്കുകളാണ്. അല്പകാലം, സദാകാലം. ഹല്ലേലൂയ. അപ്പോൾ അല്പകാലമുണ്ട്, അല്പകാര്യങ്ങളുണ്ട്. സ്തോത്രം. ഒത്തിരി. സഖരിയ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? സർവഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബാബലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദർശനം വ്യക്തമായിട്ട് കൊടുത്തുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം. ആ അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ സ്തോത്രം പശ്ചാത്തലം നമുക്ക് മനസ്സിലാകും. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. നീ എന്തു കാണുന്നു? സ്തോത്രം. നോക്കിയേ, ഉറക്കത്തിൽ ദൈവം തട്ടി ഉണർത്തി സ്തോത്രം ദർശനങ്ങളെയൊക്കെ തരും കേട്ടോ, സ്വപ്നങ്ങളെയൊക്കെ തരും കേട്ടോ. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ ഇടപെടലിന് പല മുഖാന്തരങ്ങളുണ്ട്. സ്തോത്രം. അതിൽ ഒന്നാണ് സ്വപ്നം, ഒന്നാണ് ദർശനം. അപ്പോൾ ഉറങ്ങിക്കിടന്ന് വിളിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാണ്? തട്ടി ഉണർത്തിയിട്ട് ഒരു ദർശനം കൊടുക്കുക. പറഞ്ഞു, വായിച്ചു. നീ എന്തു കാണുന്നു എന്നോട് ചോദിച്ചതിന് ഞാൻ, മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിന്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിന്റെ തലയ്ക്കലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലത്തു ഭാഗത്ത് 1 ഇടത്തു ഭാഗത്ത് 1 ഇങ്ങനെ 2 ഒലിവിൻ മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ, യജമാനനെ, ഇതെന്താകുന്നു എന്ന് ചോദിച്ചു. എന്നോട് ഇതെന്താകുന്നു എന്ന് ചോദിച്ചു. സ്തോത്രം. അപ്പോൾ ഇവിടെ നോക്കണേ, വലിയൊരു കാഴ്ച അവിടെ കാണുന്നേ. ഹല്ലേലൂയ. സ്തോത്രം. പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിൻ്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിൻ്റെ തലയ്ക്കലുള്ള 7 വിളക്കിന് 7 കുടലും അതിനരികെ കുടത്തിൻ്റെ വലത്ത് ഭാഗത്ത് 1 ഇടത്ത് ഭാഗത്ത് 1 ഇങ്ങനെ 2 ഒലിവ് മരവും. ഒരു സ്തോത്രം ആലയത്തിൻ്റെ ഒരു ചിത്രമാണ്. അതിനകത്ത് എന്തുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. സ്തോത്രം. കാരണം വിളക്ക് കെടാതെ നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഇവിടെ ഇടിച്ചെടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. 2 ഒലിവ് തൈകൾ, സ്തോത്രം, ഒലിവ് വൃക്ഷങ്ങൾ 2 വശത്തുമുണ്ട്. അതിൽ നിന്നും എന്ത് ചെയ്യുക? നിരന്തരം ഒഴുകത്തക്കവണ്ണം ഹല്ലേലൂയ ഒഴുകിക്കൊണ്ടിരിക്കുന്ന എണ്ണ ഒരു ചിത്രം അവിടെ കൊടുക്കുക. കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം. ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതൊന്നും പോരാ എന്ന് പറഞ്ഞുകൊണ്ട്, പോരായ്മകളെ കണ്ടുകൊണ്ട് സ്തോത്രം ചിലരൊക്കെ അങ്ങ് പിന്മാറിപ്പോയി, ചിലരൊക്കെ അങ്ങ് മാറി നിന്നു. സ്തോത്രം. ഇതുകൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ കാര്യമാണ്, കാര്യങ്ങളുടെ ദിവസത്തെ ആർക്ക് തുച്ഛീകരിക്കുവാൻ കഴിയും? സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയട്ടെ. സ്തോത്രം. അവിടെ സെരുബാബേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സെരുബാബേല്, ഈ ഒരു അല്പ കാര്യം കൊണ്ടല്ല കാര്യം നടക്കുന്നത്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലാണ് നടക്കുന്നത്.